പ്രോഗ്രാം പടികൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പറയാറുള്ള പോലെ ഇന്നും അത് തന്നെയാണ് പറയേണ്ടത്. വേറെ കുറെ തിരക്കുകളുടെ ഇടയിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും നമ്മൾ മുഴങ്ങി കേൾക്കാറുണ്ട്. നമ്മളെല്ലാം പറയാറുണ്ട്, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് ഓരോ മദ്യാസക്തനും ഉണ്ട്. പലപ്പോഴും സ്നേഹം വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല എന്ന പരാതികൾ പറയാത്ത ആളുകൾ ഉണ്ടാവില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നാലാമത്തെ പടി നമുക്ക് നമ്മുടെ ജന്മവാസനകൾ എങ്ങനെയാണ് നമ്മളെ വളച്ചൊടിച്ചത് എന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവുണ്ടാവുന്നു. ആ തിരിച്ചറിവിനോടൊപ്പം നമുക്ക് മറ്റുള്ള മനുഷ്യര് നമ്മൾ ഒഴിച്ച് മറ്റുള്ളതെല്ലാം അപരമാണ്. ആ അപരരുമായിട്ടുള്ള ഇടപെടലിലെ കുഴപ്പങ്ങൾ, ബന്ധങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിലല്ലായിരുന്നു എന്ന തിരിച്ചറിവ് തരുന്ന ഭാഗമാണ് നാലാമത്തെ പടി. ദൈവത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ശക്തിയിലേക്ക് നമ്മുടെ ജീവിതം ടേൺ ചെയ്യണം. നമ്മളല്ല ഡയറക്ടർ എന്ന് പറയുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നും പലപ്പോഴും ഒരു സന്തോഷം കിട്ടുന്നില്ല. മീറ്റിങ്ങിൽ കുറച്ച് നേരമൊക്കെ ആൾക്കാരോട് പറയുന്നുണ്ട് സന്തോഷമാണ്, സമാധാനമാണെന്നൊക്കെ പറയുമ്പോഴും വാക്കുകളെ കൊണ്ട് തീർക്കുന്ന ഒരു ഇന്ദ്രജാലമല്ല സന്തോഷവും സുഖവും എന്ന് പറയുന്ന അവസ്ഥ. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്, ആത്മാർത്ഥമായിട്ട് തന്നെ ചിരിക്കേണ്ടതാണ്. ഇതെല്ലാം അറിയാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? നമുക്കിങ്ങനെ തോന്നുകയാണ് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ സന്തോഷവും സുഖമൊക്കെ കിട്ടുന്നത്, എനിക്ക് മാത്രം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ. അതിന് കൃത്യമായിട്ടുള്ള കണ്ടെത്തലാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുന്നു. ആ കഴിഞ്ഞ കാല എന്റെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ ബന്ധങ്ങളിലെ തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ആ തിരിച്ചറിവിലൂടെ ആത്മീയ മോചനം ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ നിർദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കാനായിട്ട് പോകും. എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ തൊട്ട് മറ്റു കാര്യങ്ങൾ. അതിനു മുന്നേ പലപ്പോഴായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വിഷയം അതിന്റെ ഭാഗത്തുള്ള ഒരു ചെറിയ തിരുത്ത് നടത്തുകയാണ്. നമ്മൾ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ പൊതുവായ എന്റെ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നില്ല എന്നത് വെച്ചിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞത് ചെറിയൊരു തിരുത്തുണ്ട്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അത് പല ഗ്രൂപ്പുകളും ഇൻഡിവിജ്വലായിട്ട് അവർ ആ അംഗത്തിന്റെ മരണത്തിൽ 1 മിനിറ്റ് മൗനം ആചരിക്കുന്നുണ്ട്. അത് ഗ്രൂപ്പിന്റെ പാരമ്പര്യ ലംഘനമല്ല, അത് വേണ്ടവർക്ക് ചെയ്യാം. പല ഗ്രൂപ്പുകളും അത് അനുവർത്തിക്കുന്നില്ല. അത് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ആ ഒരു തെറ്റിനെ കുറിച്ച്. അപ്പോ ഇവിടെ നാലാമത്തെ പടി എന്ന് പറയുന്നത് കേവലം തെറ്റുതിരുത്തൽ പട്ടികയൊന്നുമല്ല. പലപ്പോഴും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. കുറെ പട്ടികയൊക്കെ ഉണ്ടാക്കി നമ്മൾ തെറ്റ് തിരുത്തുകയാണ് എന്നുള്ളതാണ്. ഇവിടെ നാലാമത്തെ പടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നാലാമത്തെ പടി ഉണ്ടാക്കി തരികയാണ് എനിക്ക്. അതോടൊപ്പം ഞാൻ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെ അതെങ്ങനെയായിരുന്നു, ആ ഒരു ബോധ്യം, ഞാൻ എവിടെ നിൽക്കുന്നു, എന്തൊക്കെയാണ് എൻ്റെ കുഴപ്പം എന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്നുകൊണ്ടുള്ള പുനർനിർമ്മാണം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി എന്നത് പഴയ ജീവിത രീതിയോ അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് ആത്മീയ ഭയങ്കര മാറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒന്നുമല്ല. നമ്മൾ എന്താണ് എന്ന കൃത്യമായ ധാരണ നമുക്ക് തരികയാണ്. ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് പടികൾ ചെയ്തിട്ടാണെങ്കിലും ശരി, നമ്മൾ പ്രസംഗിച്ചാണ്ട് ശരി, നമ്മൾ ഇനി വേറെ ഏത് മാർഗമായിട്ട് നമ്മുടെ ജന്മവാസനയും നമ്മുടെ സ്വഭാവവും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് മദ്യപിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ തെറി വിളിച്ചിരുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിച്ചത് എന്നുണ്ടെങ്കിൽ അത് കൂടി നിർത്തിയ അവിടെ നിൽക്കും. മദ്യപിച്ച സമയത്ത് മാത്രമാണ് നിങ്ങൾ കള്ളം പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ മദ്യപാനം നിർത്തിയാൽ അത് നിൽക്കും. മറ്റൊരു കാര്യവും മദ്യപിക്കാത്ത സമയത്ത് നിങ്ങൾ ചെയ്ത, നിങ്ങളെ തൂവെള്ള വെണ്മയുള്ളവരാക്കി മാറ്റുന്ന പരിപാടിയൊന്നുമല്ല. നിങ്ങൾ എന്താണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടും നമ്മുടെ സംസാര രീതി നോക്കിയിട്ട് നാളെ വിലയിരുത്തരുതെന്ന് ഞാൻ പറയാറുണ്ട്. മനുഷ്യരാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മാനുഷികതയെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനു മുന്നേ നമ്മൾ ആദ്യം നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ബന്ധങ്ങളെ പുനർനിർമ്മിക്കുക, എന്നിട്ട് ആ
പുനർനിർമ്മിച്ച പാതയിലൂടെ കൃത്യമായിട്ട് വീണ്ടും തെറ്റുകൾ വരുത്താതെ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മപരിശോധനയാണ്. എന്താണ് കറന്റ് അഫെയർ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നടക്കുന്ന ധീരമായ സത്യസന്ധമായ ഒരു ആത്മപരിശോധന. അങ്ങനെ ആ ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ കാണുക? ആ പട്ടികയിലൂടെ നിരന്തരമായിട്ട് നാലാമത്തെ പടി ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം. ആദ്യം നമ്മൾ നീരസങ്ങളാണ് നാലാമത്തെ പടിയിൽ പരിശോധിക്കുക. നമുക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെ പട്ടിക. പല ആൾക്കാരും പറയും, ഞാനും ആദ്യകാലത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരോടും അധികം ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എഴുതി വന്നപ്പോ 75ഓളം പേര് ആദ്യത്തെ ലിസ്റ്റ് കിട്ടി. ഏറ്റവും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ പൊടിയച്ചാറ്, പുളിയഞ്ചി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാവും. ഒരു ബോർഡിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഈ കോമോക്കട കടയിൽ കിട്ടും. അപ്പൊ അത് എനിക്ക് മേടിച്ചു തരാത്ത കൃഷ്ണദാസ് എന്ന എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തിനോടുള്ള ദേഷ്യം തൊട്ട് നിരവധി പേരുമായിട്ട് എനിക്ക് നീരസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാര്യ, അമ്മ തുടങ്ങിയ ലിസ്റ്റുകളല്ലാതെ തന്നെ. കാരണം ഇവിടങ്ങളിലൊക്കെ അത് പോകേണ്ട കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലെല്ലാം എൻ്റെ സ്വഭാവ രീതികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ പടിയിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ നീരസങ്ങളാണ്. അപ്പോ നീരസങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞ് ബിഗ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒന്നാണ് നീരസം. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടാവുന്നു, ചെറിയ ഇഷ്ടക്കേടുകൾ തൊട്ടിട്ടൊക്കെ ഇതിൽ വരുന്നതാണ്. നമുക്കയാൾ സംസാരിക്കുന്ന രീതികൾ ഇഷ്ടപ്പെടുന്നില്ല, നമുക്കയാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, ചില ഷെയറിങ്ങുകൾ കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന വെറുപ്പുകൾ, പല രീതിയിലാണ് നീരസം പലരോടും ഉണ്ടാവുക. നമുക്ക് ആ നീരസവുമായിട്ട് ജീവിക്കുക എന്നത് മദ്യാസക്തന് എളുപ്പമല്ല എന്നും അത് അവനെ ഇന്നിൽ ജീവിക്കുന്നതിൽ നിന്ന് തടയുന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏറ്റവും വിനാശകരമായ ഒന്നാണ് നീരസം എന്ന് മനസ്സിലാവുന്നുണ്ട്. അവ അങ്ങനെയാകുമ്പോൾ ഇതിനെല്ലാം എന്താ കാരണം? നമ്മളുടെ ബന്ധങ്ങളില് മറ്റു മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ, അവിടങ്ങളിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു എന്ന് കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നോട് വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല, സാഹചര്യങ്ങൾ നന്നായിരുന്നില്ല, ഇത്തരം പരാതികളായിരുന്നു ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ ബന്ധം എന്ന് പറയുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഒരു ബന്ധം ഉണ്ടാവേണ്ടത്? ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ പറയാറുണ്ട് നല്ലൊരു കൂട്ടിപ്പിടുത്തമാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഒരു കവചം പോലെ നമ്മളെ സംരക്ഷിക്കേണ്ടവയാണ്. പക്ഷെ ഞാനെന്ന മദ്യാസക്തൻ ഇതൊരു കവചം പോലെ എന്നെ സംരക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അവിടെയാണ് നാലാമത്തെ പടി, ആ ആത്മപരിശോധനയിൽ കണ്ടെത്തുന്ന യഥാർത്ഥ കാര്യം. എന്തുകൊണ്ടാണ് എനിക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ടത്? ഞാൻ എന്തുകൊണ്ടാണ് പരാതി പറയുന്നവനായിട്ട് മാറിയത്? സ്നേഹം ആണ് എന്ന പേരിൽ മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതാണ് വലിയ കാഴ്ചപ്പാട്. നമ്മൾ ഈ പരാതികൾ ഭാര്യയെ കുറിച്ചാണെങ്കിലും ഞാൻ വന്ന തുടക്കകാലം മുതൽ നിരവധി പരാതികളായിരുന്നു. ഞാൻ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ തൊട്ട് എന്നെ പറ്റിച്ച, അത് കഴിഞ്ഞ് ഞാൻ ഏലെത്തി എൻ്റെ സോബർ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഒരു 2 ലക്ഷം രൂപയോളൊക്കെ ഞാൻ ആ പാഴ്ച കഴിഞ്ഞിരുന്നു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വളരെ മോശമായ രീതിയിലൊക്കെ പലരുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എക്സിനെ കുറിച്ചൊക്കെ. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളും എണ്ണിയിട്ട് കണക്ക് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ പ്രോഗ്രാം തുടങ്ങി നാലാമത്തെ പടിയിലൂടെ പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർ, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ മനുഷ്യരുടെ അടുത്തും സ്നേഹം എന്ന പേരിൽ ഞാൻ നിയന്ത്രിക്കുന്ന ഒരാളായിരുന്നു എന്ന കാര്യം അറിയാണ്. നമ്മൾ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ നിയന്ത്രിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവം അറിയോ? നമുക്ക് വേറൊരാൾ നിയന്ത്രിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. നമ്മൾ എപ്പോഴും പറയും, അയാളെ വിളിച്ചാൽ ഒരു സുഖമില്ല, അയാൾ എങ്ങനെയാണ്, അയാൾ എപ്പോഴും നമ്മളെ ഭരിക്കാൻ ശ്രമിക്കുകയാണ്,
മറ്റുള്ളവർ, നമ്മുടെ ഭാര്യയാണെങ്കിൽ എവിടെ പോയി, എന്താ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്തത്, ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവുന്നുണ്ടോ? ആർക്കും നിയന്ത്രണം ഇഷ്ടമല്ല. അത് കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ ഇഷ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്താറില്ലേ? യഥാർത്ഥത്തില് ഈ നിയന്ത്രണം നമ്മളിങ്ങനെ തുടർന്നു പോകുന്ന രീതിയിലേക്ക് നമുക്ക് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്പിളിമാമിന് വേണ്ടി കരയുക എന്ന ഡെയിലി റിഫ്ലക്ഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് നടക്കാത്ത ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ആ രീതിയിലാകുമ്പോ ആ ബന്ധം വല്ലാതെ ശ്വാസം മുട്ടൽ ഉണ്ടാവും അവിടെ. നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. നമ്മളെ നിയന്ത്രിക്കുമ്പോഴേ ഈ ശ്വാസം മുട്ടൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അനുഭവിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകും നമ്മൾ. പക്ഷേ എയുടെ പ്രോഗ്രാം മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള, കാരണം ആത്മപരിശോധന എന്റേതാണ്, ഞാൻ എന്നിലേക്ക് നോക്കാനാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എവിടെയാണ് മറ്റുള്ള മനുഷ്യരെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിരുന്നത് എന്നുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് എന്താണ് സ്നേഹം എന്ന് മനസ്സിലായിട്ട് പോലുമില്ല, എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഈ വാക്കുകൾ കൊണ്ട് സ്നേഹമാണ്, സ്നേഹിക്കുകയാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള പായാരം പറച്ചിലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ചെയ്ത കണക്കുകൾ എടുത്ത് ഇങ്ങനെ പറയാ, ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ ഇവിടെ കൊടുത്തു, അവിടെ കൊടുത്തു, ഞാൻ അവർക്ക് ഈ പൈസ കൊടുത്തു, ഞാൻ എൻ്റെ കുടുംബം നോക്കി. പായാരം പറച്ചിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ കഴിഞ്ഞു പോയ എൻ്റെ ജീവിത ചരിത്രത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാൻ എന്ത് കുറവായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് വരുത്തിയിരുന്നതെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഓരോ സമയങ്ങളിലും അവർക്ക് ഡ്രസ്സിന് ഡ്രസ്സ്, അവരുടെ വീട്ടിലേക്ക് കണക്കുകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കൊടുത്ത, പലപ്പോഴും മദ്യപിച്ചിട്ടും മദ്യമില്ലാത്തപ്പോഴും അവരോടുള്ള വാശിയിൽ ജയിക്കാനായിട്ട് കല്യാണത്തിന് മുന്നേ 1,50,000 ഞാൻ അങ്ങോട്ട് തന്നില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അതിന് മുന്നേ എടുത്ത സ്വർണ്ണാഭരണത്തിന്റെ പൈസ ഞാൻ കൊടുത്ത് വീട്ടിയില്ലേ, ഞാൻ അത് ചെയ്തില്ലേ, എന്റെ കണക്കുകൾ ഇങ്ങനെ എണ്ണി പറയും. ആലോചിച്ച് നോക്കണം, ഏത് സ്നേഹമാണ്. ഒന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും പറയുമ്പോൾ ഈഗോ ഹേർട്ട് ആകുമ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എക്സിന്റെ കാര്യത്തിൽ ഞാൻ നിരവധി മനുഷ്യരുമായിട്ട് ഇത്തരത്തിലേക്ക് കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുത്തിട്ടുള്ള ഓരോ പൈസയുടെയും, കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന കഥകൾ, കല്യാണം എങ്ങനെയുണ്ടായി, ഇവിടങ്ങളിലൊക്കെ ഞാനൊരു പുണ്യാത്മാവായിട്ടാണ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുക. എപ്പോഴും പറയാറില്ലേ, ഒരു മദ്യാസക്തന്റെ വൺ സൈഡ് കഥ കേട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം അത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി, നമ്മൾ എത്രത്തോളം സത്യസന്ധരായിരുന്നു, നമ്മൾ ഇപ്പോഴും പറയുന്നത് സത്യസന്ധമാണോ, അതോ നമ്മുടെ മാത്രം വേർഷനാണ്. ഞാൻ എൻ്റെ മാത്രം വേർഷനിൽ നിന്നിരുന്ന ആളാണ്. എല്ലാം ഈ പ്രോഗ്രാമില് ഇത് എങ്ങനെയാണ് ഞാൻ എന്നെ മാറ്റി നിർത്തി ഇത് കണ്ടെത്തുന്നത് എന്ന വരെയും ഞാൻ എങ്ങനെയാണ്. ഇപ്പോഴും ആദ്യം കടന്നു വരുന്നത് എൻ്റെ ന്യായീകരണം തന്നെ കേട്ടോ. അത് മാറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിന്റെ കുറവാണ്. അവർക്ക് ആ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്ലാറ്റ് ഉണ്ട് താമസിക്കാനായിട്ട്, ഭക്ഷണത്തിന് ഭക്ഷണം, സിനിമയ്ക്ക് 2 സിനിമയൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതേപോലെ മാളുകളിലൊക്കെ പോയിട്ട് നിരവധി ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പല പരിപാടികൾക്ക് കൊണ്ടുപോയിട്ടുണ്ട്. UAE നടക്കുന്ന സിനിമ ആളുകൾ തൊട്ട് മറ്റ് പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ, അവിടങ്ങളിലൊക്കെ എൻ്റെ ഭാര്യയായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു തരത്തിലും അവർക്ക് ബുദ്ധിമുട്ടില്ല. എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് അവർ എന്താച്ചാ ചെയ്തോട്ടെ. കാരണം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഫോണിലായിരിക്കും ഇപ്പുറത്ത് കൂടെ. ഇപ്പോഴും അപ്പോഴൊക്കെ അല്ലെങ്കിൽ അതിന് വേറെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അന്ന്. അവിടെയുള്ള ആളുകളുമായിട്ട് ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങളും ഞാനാ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആ ഒരു കാലഘട്ടം. അവരെന്താച്ചാ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് കൊടുക്കുകയാണ്. കാർഡിന് ഇഷ്ടംമാതിരി ക്രെഡിറ്റ് കാർഡിൽ ബാലൻസും ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ സ്നേഹമാണ്, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ജയ ജയ ഹേ എന്ന് പറയുന്ന മലയാള സിനിമയിലെ രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാന് അത്യാവശ്യം നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരാളാണ്, എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവരുടെ മൊബൈല് ഞാൻ നോക്കാറില്ല,
അവർക്ക് എന്താ വെച്ചാ മൊബൈൽ കൊടുത്തിട്ടുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തില് ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. സ്നേഹം കൊണ്ട് കൊടുക്കുന്ന സ്വാതന്ത്ര്യം. അപ്പൊ അതിലെ ആ ജഡ്ജി ആയിരിക്കുന്ന കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ പ്രോഗ്രാം എന്നോട് ചോദിച്ചു, നീ ആരടേ, നീ കൊടുത്തിട്ട് വേണോ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവാൻ? ഈ ഒരു കാര്യം നമ്മൾ അറിയില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പഴയകാല കാഴ്ചപ്പാടുകളും സമൂഹം തന്നിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകളും നമ്മൾ സഹജീവിയായിട്ട് ഭാര്യയെ കരുതിയിട്ടില്ല എന്ന് നമ്മൾ അറിയും. നീ ആരാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ? നീ കൊടുത്തിട്ട് വേണം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവാൻ. നമ്മളെപ്പോലെ വേറെ ഒരു വ്യക്തിയാണ് അവർ. മജ്ജയും മാംസവും ചിന്താശേഷിയുമുള്ള തുല്യതയുള്ള പുരുഷനും സ്ത്രീയും തമ്മിൽ വേറെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ മെയിൽ ഡൊമൈനിങ് ആയിട്ടുള്ള സമൂഹത്തിൽ ജനിച്ചുകൊണ്ട് നമ്മൾ കരുതുകയാണ് നമ്മൾ വലിയ സ്വാതന്ത്ര്യം കൊടുത്തു, നമ്മുടെ ഭാര്യയെ നമ്മൾ വലിയ രീതിയിൽ പരിപാലിച്ചു പോന്നു, നമ്മൾ കൊടുത്തതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും. സ്നേഹം ഇതാണ് സ്നേഹം എന്നാണ് നമ്മൾ തന്നെ നിർവചനം കൊടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നിർവചനത്തിലാണ് ഈ സ്നേഹം നിലനിൽക്കുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളോട്, കുറച്ച് മക്കൾ മുതിർന്നു കഴിഞ്ഞാലും നമ്മൾ കാണിക്കുന്നത് ഇതാണ്. മക്കളോടായിക്കോട്ടെ, അമ്മ, അച്ഛൻ എന്ന് തുടങ്ങി നമ്മളെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളോടും എന്താണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്? നമ്മൾ ഓരോ വ്യക്തികളും സ്വയം ചോദിച്ചാൽ മതി. നമ്മളിവിടെ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾക്ക് പോലും പൊറുക്കാനാവാതെ ക്രൂരമായ വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ, നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ പറയുന്നത് സ്നേഹം കൊണ്ടാണെന്നോ. സ്നേഹം കൊണ്ട് എങ്ങനെയാ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുക? സ്നേഹിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്തിനാണ് ഈ പരാതികൾ പറയുന്നത് എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായിട്ട് പ്രോഗ്രാം പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി എന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കണം എന്ന് ഞാൻ വാശി പിടിക്കുമ്പോ അത് സ്നേഹമല്ല, അഹന്തയാണ് എന്നാണ് ആദ്യമായിട്ട് വരുന്ന ബോധ്യം. സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് ആരോ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ഇവരെല്ലാം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ പ്രോക്സിയോ നമ്മുടെ കോപ്പികളോ ആണെങ്കിൽ പോലും നമ്മുടെ രീതികളല്ല നമ്മുടെ മക്കൾ പോലും. ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണത്. അപ്പൊ അവിടെ അവരെ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് വാശി പിടിക്കുന്നത് അതെന്താ അറിയോ? നമ്മുടെ അഹന്തയാണ്. ഈ അഹന്ത നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പരാതി പറയുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഈ രീതിയിൽ ഇത് എവിടൊക്കെയാണ് സംഭവിച്ചിരുന്നത്? ഇത് കുടുംബത്തിലുണ്ടായിരുന്നു, ജോലി സ്ഥലത്തുണ്ട്, ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ തൊട്ട് എന്തിന് മേലധികാരികൾ വരെ ഞാൻ വിചാരിച്ച രീതിയിലായിരിക്കണം എന്ന രീതിയുണ്ട്. എന്റെ കീഴുദ്യോഗസ്ഥരാണെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അവരോട് പൊറുക്കാൻ പറ്റാതെ എന്റെ തെറ്റുകൾ മറ്റുള്ളവർ പൊറുക്കുകയും ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാതിരിക്കുകയും ചെയ്യും. ഇതെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ വന്നിരുന്നു എന്നുള്ളതാണ്. ജ്വാലയുടെയൊക്കെ തുടക്കകാലത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അഹന്തയാണ് ഉണ്ടാകുന്നത്. ഞാൻ ആ ജ്വാലയുടെ സേവകനാണ്, ആൽക്കഹോളിക്സ് അനോണിമസിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞിരുന്ന അങ്ങനെയാണ്. എന്റെ ജീവിതം രക്ഷിച്ചു, ആണ് എല്ലാം എന്ന് ഞാൻ പറയും. ജ്വാലയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ വലിയ അഭിമാനം പൂണ്ടുകൊണ്ട് ഞാൻ മോഡറേറ്റർ ആയിരുന്ന ആ കാലം തൊട്ട്, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന രീതികൾ. എയുടെ കാര്യത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പേരിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ ജ്വാലക്കാർ ഇങ്ങനെയാട്ടോ, ഇങ്ങനെ ജ്വാലക്കാർക്ക് പ്രത്യേകതയൊന്നുമില്ല ഇവിടെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് മാത്രമാണ്, പേര് മാത്രമാണ് ഇതൊക്കെ. അത് ഏത് ഗ്രൂപ്പാണെങ്കിലും
നമ്മളിവിടെ കമ്പാരിസൺ ആയിട്ടൊന്നും മറ്റത് നമ്മൾ പ്രത്യേകിച്ച് മികച്ചു നിൽക്കുന്നവരെന്നൊക്കെ നമ്മുടെ തോന്നലുകൾ, നമ്മുടെ മാത്രം തോന്നലുകളും നമ്മൾ ചെയ്യുന്നതിൽ വലിയ അഭിമാനബോധം ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഏനെ പോലും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വാർത്ഥരാണ്, നമ്മളിൽ മാത്രം ഊരുന്ന സ്വഭാവമുള്ളവരാണ്, നമ്മളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. റിയാലിറ്റിയിൽ ഇതൊന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ ഉള്ളിലെ ഗോത്രീയത കടന്നു വരും. നമ്മൾ, നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തരംതിരിക്കാൻ നമ്മൾ തുടങ്ങും. നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് അഭിമാനം നമ്മൾ ഉണ്ടാകും, നമുക്ക് അഹന്ത ഉണ്ടാവും, നമ്മൾ ഭയങ്കര സംഭവമാണ് എന്നുള്ള തോന്നലുകൾ നമുക്ക് കടന്നു വരും. മറ്റു മനുഷ്യരെ, നമ്മൾ ആത്മീയതയുടെ രണ്ടാമത്തെ പടിയിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഭാഗമുണ്ട്. ഇതൊന്നും പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരില്ല. ഓരോ വ്യക്തിയെ അയാളായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കലാണ് സ്നേഹത്തിന്റെ ആദ്യ പടി എന്നാണ് പ്രോഗ്രാം പറയുന്നത്. അങ്ങനെ അംഗീകരിക്കാൻ പറ്റാറുണ്ട്? നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു മനുഷ്യനെ അയാളായിരിക്കുന്ന അവസ്ഥയിലേക്ക് അംഗീകരിക്കുക. പലപ്പോഴും അത് എളുപ്പമല്ല എന്നാണ് ഉത്തരം. നമുക്ക് പറയാനൊക്കെ പറ്റും, ഞാൻ എങ്ങനെ അംഗീകരിക്കണം. കുറച്ച് മുന്നേ രാമേട്ടൻ ഇവിടെ മീറ്റിംഗ് ID ഓപ്പൺ ചെയ്തിട്ടിട്ട് രാമേട്ടൻ പോയപ്പോ തന്നെ കഴിഞ്ഞു. ആത്മീയതയൊക്കെ അവിടെ കഴിഞ്ഞു. മറ്റാൾക്കാരുടെ സൗണ്ടുകളെ കേൾക്കുന്നു, മറ്റാൾക്കാരുടെ മൈക്ക് അവിടെ അൺമ്യൂട്ട് ആവുന്നു. സംഗതി കഴിഞ്ഞില്ലേ? നമ്മൾ ആലോചിച്ചാൽ മതി, കുറച്ചു മുന്നേ മീറ്റിംഗിലുണ്ടായ ഒരു കാര്യം. അതാ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ പറയാൻ വളരെ ഈസിയും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുകയും പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണമെന്ന് അത് ഓരോ വ്യക്തിയും ചോദിക്കേണ്ടതാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ പരിശോധനകളെ നിരന്തരമായിട്ട്, പടികൾ ഒരു ദിവസത്തെയാണ്, ദൈനംദിന സുസ്ഥിതിയൊക്കെ പറയുന്നതിന്റെ കാരണമാണ്. പലപ്പോഴും കുഴപ്പങ്ങളില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറി വേറെ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോ ഇതിന് പ്രവൃത്തിയിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പ്രോഗ്രാം പറയുന്നുണ്ട്. നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനിലൊക്കെ കണ്ടറിയാം, മറ്റു ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പറയാനായിട്ട് പറ്റും, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരു ആത്മപരിശോധനയായിട്ട് എവിടെയാണ് ഞാൻ മറ്റുള്ള മനുഷ്യരെ നിയന്ത്രിക്കുന്നത്, എവിടെയാണ് സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ നിൽക്കാത്തത് എന്ന കാര്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആത്മപരിശോധനയാണ് ഞാൻ ആദ്യം ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോ ഇവിടെ ആദ്യത്തെ ആത്മപരിശോധനയുടെ ആദ്യത്തെ കാര്യം, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുടെ സ്വാഭാവികമായ രീതിയിൽ പെരുമാറുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. സ്വാഭാവികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, ഭാര്യയാണ്, ഭാര്യയുടെ സ്വഭാവം നമുക്ക് പറയാനൊക്കെ നമ്മൾ പറയാറുണ്ട്, ആരെയും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല, മാറ്റാൻ പറ്റുന്നത് നമ്മളെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം നിരന്തരമായിട്ട് ഭാര്യയോട് പറയണം, ഭാര്യയുടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വാഭാവികമായിട്ടുള്ള ഒന്നായിരിക്കും. ആ പ്രക്രിയ എനിക്ക് എത്രത്തോളം ദേഷ്യം വരുന്നുണ്ട് അത് മാറ്റാതെ ആവുമ്പോൾ. അമ്മയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. പലപ്പോഴായിട്ട് അമ്മയ്ക്ക് പ്രായമുണ്ട്, അമ്മ ഇനി മാറില്ല എന്നൊക്കെ ഞാൻ തന്നെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഞാൻ അവിടെ ഡൊമൈൻ ചെയ്ത രീതിയിൽ അമ്മയോട് സംസാരിക്കാറ്. ഭാര്യയോടൊക്കെ ഒരു പരിധി കൂടി കടന്നുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് വരും. പക്ഷെ പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര മനുഷ്യരുമായിട്ട് നമുക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും നമ്മുടേതായ അഭിപ്രായങ്ങളോട് യോജിക്കാതെ നിൽക്കുന്നു, നമ്മളെ എതിർക്കുന്നു. നമുക്ക് അവിടെ കടന്നു വരുന്ന വികാരം എന്താണ്? നമുക്ക് അവരെ പോലെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അതോ അവരോട് നീരസം വരാറുണ്ട്? എനിക്ക് നീരസം വരാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറുകയും എൻ്റെ അഭിപ്രായങ്ങളോട് അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്
എനിക്ക് അവരോട് യോജിക്കാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ആ വ്യക്തികൾ അവരുടേതായ സ്വഭാവമുണ്ട് എന്നൊക്കെ നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്വന്തം ജീവിതത്തിലെ പരിശോധനയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് പറ്റുന്നു? ദേഷ്യം വരുന്നുണ്ട്. രണ്ടാമത്തെ പരിശോധന, അവർ എൻ്റെ രീതി, അഭിപ്രായം ഇതിലേക്ക് വരുമ്പോൾ മാത്രമാണോ അവരെ സ്നേഹിക്കാൻ പറ്റൂ എന്ന് ഞാൻ കരുതാറുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ തുടർച്ചയായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യത്തിലേക്ക് ആദ്യത്തിൽ വരാം. എയിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ആ ഗ്രൂപ്പുകളിൽ നമ്മളൊരു അഭിപ്രായം പറയുകയാണ്. ആ അഭിപ്രായത്തോട് ആളുകൾ യോജിക്കുന്നുണ്ടോ? ആ രീതിയിൽ അവർ യോജിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതല്ലാത്തതൊക്കെ നമ്മൾ പറയുന്നില്ലേ, നമുക്ക് ആരോടും കൃത്യമായിട്ടുള്ള സ്നേഹത്തിലൊന്നും നിൽക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. നമുക്ക് സ്നേഹം എന്താണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പക്ഷെ എന്താണ്, നമുക്ക് സ്നേഹം അറിയില്ല. കാരണം മറ്റു മനുഷ്യർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോ അപ്പൊ മാത്രമാണ്. അതുകൊണ്ടാണ് നാലാമത്തെ പടിയിൽ നമ്മൾ എവിടെയാണ് കഷ്ടപ്പെട്ടത്. 53-ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു മനുഷ്യരുമായി യഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാനുള്ള പൂർണ്ണമായ കഴിവില്ലായ്മ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞിട്ട്. മറ്റു മനുഷ്യരുമായിട്ട് നമ്മൾ സൗഹാർദ്ദങ്ങളെ കുറിച്ചൊക്കെ വാചാലരാകും. ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കിയാൽ മതി. നമുക്ക് പൂർണ്ണമായിട്ട് കഴിവില്ല. മറ്റുള്ളവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ, അവർ നമ്മുടേതായ അഭിപ്രായങ്ങളോട് യോജിക്കുമ്പോൾ, അപ്പോൾ മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത്. വേറൊരു കാഴ്ചപ്പാടിനെ ഇങ്ങനെ ഉണ്ടാകാം എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന ഖണ്ഡിക അതേ വായിച്ച നമ്മൾ ന്യായീകരിക്കേണ്ട ഗതികേട് എവിടെയാ വരുന്നത്? അവിടെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒന്നില്ലെങ്കിൽ രണ്ട് കാര്യം അറിയാം. ഒന്ന്, നമ്മൾ അടക്കി ഭരിക്കുക മറ്റു മനുഷ്യരെയൊക്കെ, നമ്മുടെ കീഴെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അടക്കി ഭരിക്കുന്ന രീതിയിലാണ്. അത് ആദ്യകാലത്ത് ഈ പഴമക്കാരെ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. പഴമക്കാരായിട്ട് എയിൽ സംസാരിക്കുന്ന സമയത്ത് അവർ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അവരോട്. ഇതേ നമ്മൾ തന്നെ പുതുമക്കാരായ ആൾക്കാർ കടന്നു വരുമ്പോൾ പുതുമക്കാരെ തെറ്റിതിരുത്താനും അവരെ ശരിയായ പാതയിലേക്ക് നയിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. നമ്മൾ പറയുന്നത് നമുക്ക് അവരോട് സ്നേഹമാണ്, അവര് നല്ല ഏൽ എത്തണ്ടേ എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുഴപ്പം. എന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസിൽ കാണാൻ പറ്റും ഈ ഒരു അടക്കി ഭരിക്കൽ. അപ്പൊ പിന്നെ വീട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ല. വീട്ടില് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ പോകണം എന്ന തീരുമാനം എനിക്ക് ഉണ്ടാകുമ്പോൾ അത് ഇത്ര മണിക്ക് അവർ ഇറങ്ങി നിൽക്കണമെന്ന്, അല്ലെങ്കിൽ അവർ ഈ രീതിയിൽ പെരുമാറണമെന്നാണ്. ഞാൻ എന്താ വീട്ടിലേക്ക് വരുന്നു, അവിടെ അടുക്കളയിലുണ്ട്, ഭാര്യ റെഡി ആയിട്ടില്ല എന്നുണ്ടാ പരിപാടി കഴിയും. പിന്നെ മുഴുവൻ ആ ദേഷ്യം എങ്ങനെയാ മാറ്റാന്ന് എനിക്കറിയില്ല. അതേപോലെ അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ പറയണ പോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ ഭാര്യയായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം നടക്കാൻ പാടില്ല. അവരതിന്റെ ഇടയിൽ കൂടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥനായി, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതാണോ സ്നേഹം? നമ്മുടെ മീറ്റിങ്ങിൽ നിൽക്കുന്ന ഒരാള്, നമ്മളിപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്, ഒരു വിഷയാവതരണ മീറ്റിംഗ് നടത്തുകയെന്ന് വെച്ചു ഞായറാഴ്ച ദിവസം. അതിന് ഇന്ന ആളെ വിളിക്കാമെന്ന് പുതിയൊരാൾ പറയുമ്പോൾ നമുക്ക് അയാളുമായിട്ട് നീരസമുണ്ട്, ഏത് തരത്തിലായിക്കോട്ടെ. ഉടൻ തന്നെ നമ്മൾ എന്താ ചെയ്യാറ്? അയാളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ നമ്മളൊരു കമന്റ് പറയും. അതല്ല, മറ്റുള്ളവരൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഈ പരിപാടി എങ്ങനെ കൊളാവുന്നു, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കാതിരിക്കാനാണ് നമുക്ക് പിന്നീട് ആഗ്രഹം ഉണ്ടാവുക. കാരണം എന്താണ്? ഏതൊക്കെയോ ഉള്ള ചെറിയ നീരസങ്ങൾ തൊട്ട് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളിൽ വരെ നീരസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ. അപ്പോ നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, നമ്മുടേതായ അഭിപ്രായമുണ്ട്. നമ്മൾ പറയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത ഭയങ്കര മനോഹരമാണ്, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ പറയുന്നുണ്ട് മറ്റൊരു മനുഷ്യരുമായിട്ട് യഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാൻ പറ്റുന്നില്ല, നമുക്കറിയുന്ന ആൾക്കാരെ നമ്മൾ അടക്കി ഭരിക്കുന്നു, അല്ലെങ്കിൽ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഏടെ മീറ്റിങ്ങുകളിൽ തൊട്ട്
കുടുംബത്തിൽ വരെ ഇതെന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. എന്റെ രീതിയും എന്റെ അഭിപ്രായത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് സ്നേഹം ഉണ്ടാവുന്നത്. അതല്ലാത്ത ഓരോ നിമിഷത്തിലും ഈ സ്നേഹം ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അടിമത്തമായതാണ്. അത് സ്നേഹമല്ല. അടക്കി ഭരിക്കുക മറ്റുള്ളവരെ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവർ വരണം എന്ന എന്റെ ആഗ്രഹമാണ്. ദുരാഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. ഇനി നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അവരെടുക്കുന്ന ചെറിയ തീരുമാനം, ഉദാഹരണമായിട്ട് ഭക്ഷണം, അതേമാതിരി വസ്ത്രം, വീട്ടിലൊക്കെ ആണെങ്കിൽ വസ്ത്രമാണ്, ഇനി അവരുടെ സംസാരം, ആൽക്കഹോളിക്സ് അനോണിമസിലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, അവിടങ്ങളിലൊക്കെ ഞാൻ എന്റെ ഇഷ്ടം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നമ്മളത് ശരിക്കും ആത്മപരിശോധനയിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകളോട് മാത്രമാണ് നമ്മൾ യോജിച്ചു നിൽക്കുന്നത്. നമ്മൾ ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമുക്കുണ്ടായ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നാണ്. അത് നമ്മളവിടെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ എന്തെങ്കിലും രീതിയിൽ അവർ അവിടെ അതല്ല ഇതാണെന്ന് പറയുമ്പോൾ ഉടൻ നമ്മൾ നമ്മുടേതായ തീരുമാനത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് ന്യായീകരിച്ച് ഇവരെ കൊണ്ടുപോകാൻ. ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഇഷ്ടം നടക്കുക എന്ന രീതിയിലാണ്. മറ്റുള്ളവരുടെ സംസാര രീതിയിലൊക്കെ പലപ്പോഴും അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്നു. മറ്റുള്ളവരോടുള്ള സംസാരം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അതല്ലാതെ ആകുമ്പോൾ ഉണ്ടാവുന്ന വിഷമവും ദേഷ്യവും നിരാശയും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ മറ്റു മനുഷ്യർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അവിടെ മാത്രമാണ് നമുക്ക് ഇഷ്ടമുണ്ടാവുന്നത്. ഇനി സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ നിൽക്കുമ്പോൾ എനിക്ക് ഭയമോ ആകുലതയോ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഓരോ മനുഷ്യർക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുതാൻ നമുക്ക് പറ്റുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിരവധി പേരെ ആദ്യകാലത്തൊക്കെ മോഡറേറ്ററായിട്ട് വെക്കുകയായിരുന്നു. അപ്പൊ മോഡറേറ്റർമാരായിട്ട് നിരവധി ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അവർക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എന്നൊക്കെ ഞാൻ കരുതും. അല്ലെങ്കിൽ നമ്മൾ പറയലൊക്കെ അങ്ങനെയാണ്, പുതിയ സേവകരെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറയും. കുറച്ച് കാലം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ച 1 വർഷവും 6 മാസമൊക്കെ കഴിഞ്ഞ പുതുമക്കാരായിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കാനും മോഡറേറ്റർ ചെയ്യാനും അറിയുന്ന ആൾക്കാരെയൊക്കെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോൾ അതിന്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അതിന്റെ ഒരു ഇതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നൊക്കെ. അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഈ പുതുമക്കാർക്ക് ചാൻസ് കൊടുക്കണം. പുതുമക്കാരെ വലിയ പരിഗണനയാണ്. ഏടെ പ്രോഗ്രാം പറഞ്ഞതല്ലോ, പുതിയ ആൾക്കാരെയൊക്കെ വലിയ പരിഗണിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവരെ ആഡ് ചെയ്യും ഗ്രൂപ്പിലൊക്കെ. എന്നിട്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു വടിയെടുക്കുന്ന ഹെഡ് മാഷായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കുക. മീറ്റിങ്ങിൽ എന്താ ഉണ്ടായ മീറ്റിങ്ങിൽ ഏതെങ്കിലും ആള് അധികം സംസാരിച്ചപ്പോ മോഡറേറ്റർ ഇടപെട്ടില്ലേ, അയാൾ ശരിയായ രീതിയിലല്ലേ ഇത് ചെയ്തത്, ഉടൻ തന്നെ അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ വിളിക്കുക എന്ന് ബാക്കിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ റൊട്ടേഷൻ ചെയ്യാനൊന്നും തയ്യാറായിട്ടില്ല. നമ്മൾ പറയില്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാര് അവർ മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ ആളുകളെ നിർത്തും. സംഗതി ഭരിക്കുന്നത് അവരായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അധികാരം വിട്ടൊഴിയാൻ നമ്മുടെ അണികളെ പോലുള്ള ആളുകളെ നിർത്തിക്കൊണ്ട് നമ്മളിവിടെ വിട്ടുകൊടുക്കുന്നുണ്ട് സ്വന്തമായ തീരുമാനങ്ങൾ. ആ ഗ്രൂപ്പ് അങ്ങനെ നടക്കട്ടെ, അവർക്ക് തെറ്റുപറ്റട്ടെ നമുക്ക് കരുതാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടാം. പാരമ്പര്യങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം അവിടെയാണ്. ഈ പാരമ്പര്യങ്ങൾ പടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല കൂടിയാണ് ഈ നിയന്ത്രണത്തിന്റെ കാര്യത്തിലൊക്കെ. ഇവിടെ ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കേവലം ഒരു മീറ്റിംഗിന്റെ കാര്യത്തിൽ പറ്റാത്ത ഞാൻ
സ്വന്തം കുടുംബത്തില് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെയാ അവർ കൊടുക്കുക? എന്റെയൊക്കെ കഴിഞ്ഞു പോയ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ അതായിരുന്നു. അവരെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. തീരുമാനങ്ങൾ മുഴുവൻ എന്റേതാണ്. ആ തീരുമാനങ്ങൾ അങ്ങ് നടപ്പിലാക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് കരുതുകയാണ് ഇത് സ്നേഹമാണ്, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ്. ഒന്നാം നമ്പർ എല്ലാം ഭരിക്കുന്ന രീതിയിൽ എന്റെ കൈപ്പിടിയിലാക്കുന്ന പോലെ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പുല്ലു വില കൊടുത്ത് നടന്ന ഒരാളാണ് ഞാൻ. ഒരാൾക്ക് അവർക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, സ്വന്തമായ ചിന്താശേഷി ഉണ്ട് എന്ന് കരുതിയിട്ടില്ല. നമ്മുടെ പലപ്പോഴും പറയുന്നതാണ്, വേറെ സുഹൃത്തിന്റെ അനോണിമിറ്റി ആയത് ബന്ധപ്പെട്ടതുകൊണ്ടാണ് പേര് പറയാത്തത്. മരണപ്പെട്ടു പോയ ഒരു അംഗം വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചും അദ്ദേഹം ചെയ്ത ചില തെറ്റായ പ്രവൃത്തികളെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിമർശിക്കുമ്പോൾ അത് നിനക്ക് നിന്റെ മകള് വലുതാകുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് എന്നോട് പറയുമായിരുന്നു. വല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് വിവരങ്ങൾ കിട്ടാതെ ഒരു ദിവസം വിളിച്ചപ്പോൾ, അതിന് മുന്നേ എന്നെ വിളിച്ചു. ഇടയ്ക്ക് വീണു പോകുന്ന ഒരാളാണ് മദ്യത്തിലേക്ക്. അദ്ദേഹം മരണപ്പെടുകയും മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹം മരിച്ചത് വളരെ കൂളായിട്ട്, ആ പിതാവ് മരിച്ചത് എന്നോട് പറഞ്ഞൊരു രംഗമുണ്ട്. എനിക്ക് എന്റെ മകളെ ഓർമ്മ വന്നു. മാത്രമല്ല, പലപ്പോഴും നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ മക്കളൊക്കെ പലരും പറയാറുണ്ട്, പെൺകുട്ടികൾ അയ്യോ പെൺകുട്ടികളാണ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ വെറും തോന്നലുകളാണ്. ഈ ലോകത്ത് നമ്മളില്ലാതെയായാലും ജീവിക്കേണ്ടവർ ജീവിച്ചു പോയ ചരിത്രം തന്നെയാണ് ലോകത്തുള്ളത്. മനോഹരമായി ജീവിക്കും. ചിലപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ ഏതൊക്കെ രീതിയിലാണ് ഇവരെ കൂച്ചുവിലം കിട്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ളത്. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നിനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. സ്നേഹമാണെന്ന് പറഞ്ഞ് ഇവിടെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ സ്വന്തമായ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് ഭയമോ ആകുലതയോ ആണ്. അത് ശരിയായിരിക്കില്ല. ഭാര്യയുടെ ഇപ്പൊ ആൾക്കാർ പറയാൻ കുറെ ചൊല്ലുണ്ട്, ഭാര്യയുടെ വാക്കുകൾ കേൾക്കുക പിൻപിടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ജാർഗൻ, സമൂഹം ഉണ്ടാക്കിയ കുറേ ജാർഗൻസ് ഉണ്ട്. ഇതിന്റെ പിടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പെണ്ണ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം തന്നെ ആ തുല്യത സ്വന്തം കുടുംബത്തില്, ഇത് വേറൊരു വ്യക്തിയാണ്, അവർക്ക് നമ്മളെപ്പോലെ പൂർണ്ണമായ അവകാശം ഉണ്ടെന്ന് കുടുംബത്തിൽ വേണം. ആ കുടുംബത്തിൽ അത് ഉണ്ടാകുമ്പോൾ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവും. നമ്മുടെ ജോലി സ്ഥലത്തുള്ള കീഴുദ്യോഗസ്ഥന്മാർ തൊട്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്കത് കൊടുക്കാൻ പറ്റും. നമ്മളെല്ലാ അധികാരവും നമ്മളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് നമ്മളില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് പറയുന്ന പോലെ, നമ്മളില്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് നാളെ മുതൽ ഇവിടെ നടക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇവിടെ ആരില്ലെങ്കിലും മീറ്റിംഗ് നടക്കണോ, അത് നടന്നിരിക്കും. ഞാൻ മീറ്റിംഗിൽ എപ്പോഴും പറയുന്ന പോലെയാണ്, ഞാൻ മീറ്റിംഗിൽ ഉണ്ടാവേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിശോധനയിൽ വളരെയധികം നമ്മുടെ കൂട്ടത്തില് നമുക്ക് ഭയം, ആശങ്കയൊക്കെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാതെ ഇരിക്കുമ്പോൾ കുറ്റം മറ്റുള്ള ആളുകളിൽ ഞാൻ ആരോപിക്കാറുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉറപ്പായിട്ടും അതായിരുന്നു ഏറ്റവും പ്രധാനം. ഏതെങ്കിലും ഒരു തെറ്റുകൾ പറ്റുമ്പോൾ, ഇപ്പൊ ഫ്രിഡ്ജ് തുറന്നൊരു പാത്രം വീണ് കഴിഞ്ഞാൽ ആ പാത്രം വെച്ചത് ഭാര്യ ശരിയായ രീതിയിലായിരുന്നില്ല എന്ന പറച്ചിലോട്, എന്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക് പോലും ഉടൻ തന്നെ എനിക്കത് ഏറ്റെടുക്കാൻ വയ്യ ഉത്തരവാദിത്തം. ഉടൻ ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തണം. ഇത് എന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന പങ്കായിരുന്നു. കാരണം എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന, അത് എനിക്ക് പറ്റിപ്പോയി, ഞാൻ വെച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വർത്താനം പറഞ്ഞേക്കാം, അത് കേട്ടാൽ മതി. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അടുത്ത് കൂടെ പോഷ്ടിക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കുറ്റം നമുക്ക് ഒരിക്കലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പറഞ്ഞതാണ് ഇപ്പൊ ഇറങ്ങണ്ടാന്ന്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങണം വീട്ടിൽ നിന്ന് പോകുമ്പോ, എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക്കും ഇതൊന്നും വിചാരിക്കാതെ സംഭവിക്കുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇറങ്ങിയാലും ട്രാഫിക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മഴ പെയ്യാം. പക്ഷെ നമ്മൾ എന്താ പറയാ, നമുക്കിത് ഈ സംഭവങ്ങളും ഇതിലെ അസ്വസ്ഥതകളും മറക്കാൻ ആരുടെയെങ്കിലും മേത്ത്, കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള സ്വഭാവം നമ്മുടെ അടുത്ത് കൂടെ പോയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറ്റം മറ്റുള്ള ആൾക്കാരിൽ ആരോപിക്കും. ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങുകളുടെ കാര്യത്തിലും ഒക്കെ നോക്കിയാൽ മതി. വിജയകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നടന്നത് എന്നുണ്ടെങ്കിൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന പ്രവർത്തനങ്ങളിൽ ഒരു വാർഷികം സംഘടിപ്പിക്കുകയാണ് നമ്മൾ.
അതെല്ലാം വിജയകരമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഏറ്റെടുക്കാം. പക്ഷെ അവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിൽ എത്ര പേരെ നമ്മൾ കുറ്റമായിട്ടെടുക്കും? നമ്മൾ എന്താ ചെയ്യുക? അത് നീ ചെയ്തത് ശരിയായില്ല. മറ്റോരോ വ്യക്തികളിലേക്ക് നമ്മൾ ആ കുറ്റം ആരോപിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള നമ്മുടെ വിമുഖതയാണ് കാണിക്കുന്നത്. ഇനി മറ്റു മനുഷ്യർക്ക് ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് കാരണം എന്റെ വാക്ക് കേൾക്കാത്തത് ആണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിരവധി മനുഷ്യർക്ക് പല കാരണങ്ങളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ചില വീഴ്ചകളൊക്കെ സംഭവിക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മളെ ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ ഈ വീട് പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നമ്മൾ 12ാം പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞതാണ്, ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞതാണ് നമ്മൾ ആദ്യം പറയും. ഇതേ സാധനം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അടക്കം ഉണ്ടാവും. മക്കളായി കഴിഞ്ഞാലും ഭാര്യയായി കഴിഞ്ഞാലും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ തെറ്റുകളും കുറവുകൾക്കും നമ്മൾ നമ്മുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ ആവർത്തിക്കും. അതിനായിട്ട് ഇങ്ങനെ ന്യായീകരണം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്? അസ്ഥിരമായ വികാരങ്ങൾ നമ്മളെ എങ്ങനെ ഇരകളാക്കി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് സമയമെടുത്തു എന്നാ പറയുന്നത്. മറ്റുള്ള മനുഷ്യരിൽ അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. നമുക്ക് വളരെ പതുക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറ്റുക. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഇടമാണ് 4ാമത്തെ പടി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഓരോ മേഖലകളിലും നമുക്ക് എവിടെയായിരുന്നു നമ്മുടെ കുഴപ്പം? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ കാര്യത്തിൽ പറയാറുണ്ട്, ഈ പൈസ നമുക്ക് പല ആൾക്കാരും, ഞാൻ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത്, എന്നെ വണ്ടി മേടിച്ച എനിക്ക് കച്ചവടം ചെയ്ത ഒരു അച്ചായുണ്ട്, അയാൾ എന്നെ പറ്റിച്ചു എന്നായിരുന്നു. പ്രോഗ്രാം പറഞ്ഞത് അയാൾ നിന്നെ പറ്റിച്ചു എന്നുള്ളതല്ല. നിരവധി പേര് എന്റെ കഴിഞ്ഞു പോയ ചരിത്രത്തിൽ പൈസ ഞാൻ കൊടുത്തിട്ട് കിട്ടാത്ത ആ രീതിയിൽ എന്നെ പറ്റിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടല്ല, നിരവധി പേരുടെ പട്ടിക ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത് അറിയാം? ഇതെല്ലാം എനിക്ക് സംഭവിക്കാൻ കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കുറ്റം മറ്റുള്ളവരിലേക്ക് ആരോപിക്കുകയായിരുന്നു ഞാൻ. ഇവിടങ്ങളിലൊക്കെ എൻ്റെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ നോ പറയാനുള്ള ആ കഴിവില്ലായ്മ ഉണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കും. മറിച്ച് അയാളുടെ കഴിവ് കൊണ്ട് അയാളെ കച്ചവടം നടത്തി, അയാളുടെ ജോലിയെ കച്ചവടം ചെയ്യലാണ്. അത് അച്ഛനായിക്കോട്ടെ, മറ്റാളായിക്കോട്ടെ, ഇന്നയാളായിക്കോട്ടെ, ആ പേരുകൾ ഇങ്ങനെ മാറി വരുന്നുള്ളൂ. ഞാൻ അവരോട് നീരസപ്പെട്ടിട്ട് എന്താ കാര്യം? എന്റെ കഴിവുകേടാണ്. എന്നെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പരിപൂർണമായ കഴിവില്ലായ്മയാണെന്ന് തിരിച്ചറിയാൻ ഇനി തയ്യാറായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ച് ഇരവാദം മുഴക്കിക്കൊണ്ടേ ഞാനിരിക്കും. അതിനാണ് പ്രോഗ്രാം. ഇവിടെ തിരുത്തെന്തിന് വരുത്തണം? 4ാമത്തെ പടി കേവലം ഇങ്ങനെ കുറെ ആൾക്കാരുടെ പട്ടിക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുതിരുത്തൽ പട്ടികയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് 4ാമത്തെ പടി തരുന്നത്, വളരെ കൃത്യമായിട്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി പറ്റിക്കപ്പെടാതെ, മറ്റൊരാളാൽ പറ്റിക്കപ്പെട്ടു എന്ന് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനായി പറ്റുള്ളൂ. 4ാമത്തെ പടിയുടെ ഒരു പരിശോധന ഒരു സമയത്ത് നടത്തിയപ്പോ വളരെ പെട്ടെന്ന് അത് തെറ്റായ രീതിയിൽ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, 4ാമത്തെ പടി, 4ാമത്തെ കോളം നമ്മൾ എവിടെ തെറ്റുകാരായി എന്ന പരിശോധനയാണ്. ഇവിടെ പല രീതിയിലുള്ള മനുഷ്യരുണ്ടായിരിക്കും, പല സ്വഭാവങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അത്തരം ആളുകളുണ്ട്. എല്ലാവരും നന്മയുള്ള മനുഷ്യരൊന്നുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ അതല്ല. എന്തിനു നമ്മൾ സമൂഹത്തിലേക്ക് പോകുന്നത്? മദ്യപാനം മാറ്റി നിർത്തിയിട്ട് ഏയില് തന്നെ നന്നായി സംസാരിക്കുന്ന, വളരെ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അറിയുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ തലവെച്ച് കൊടുത്തിട്ട് ചൂഷണങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ തെറ്റാണ്. ആ തെറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും ചരിത്രം. നമ്മൾ ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുക, അല്ലാണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകും. നമുക്ക് കൃഷ്ണൻകുട്ടിക്ക് പകരം പാത്തുക്കുട്ടിയാവും, അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആളുകളുടെ പേരുകൾ ഇങ്ങനെ മാറും. ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും നമ്മൾ ഇരവാദം മുഴക്കി സ്വയം സഹതാപത്തിൽ ഇങ്ങനെ പോവുക എന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് 4ാമത്തെ പടി നമുക്ക് തരുന്നത്. മറ്റുള്ള ആളുകളുടെ കുറ്റമല്ല. നമ്മളെ ഒരാൾ പറ്റിക്കുന്നുണ്ട്, മറ്റൊരാളുടെ പ്രവൃത്തി, മറ്റൊരാളുടെ ദേഷ്യം, അല്ലെങ്കിൽ അത് എനിക്ക് കുഴപ്പമുണ്ടാകുന്നുണ്ട്, അവരെ മാറ്റിക്കൊണ്ടല്ല, ഞാൻ എങ്ങനെ മാറുന്നു ആ സാഹചര്യത്തെ എന്നാണ് പ്രോഗ്രാം പഠിപ്പിക്കുന്നത്.
അപ്പോൾ അവിടെയാണ് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിട്ട് മാത്രമാണ് എന്റെ സന്തോഷം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും സന്തോഷമാണ്, സമാധാനമാണ് എന്ന് പറയുന്ന ദിവസങ്ങളിൽ മറ്റു മനുഷ്യർ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പെരുമാറി എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ വലിയ കുഴപ്പങ്ങളില്ലാതെ നടന്നു എന്നുള്ളതാണ്. ഷേയുടെ പ്രോഗ്രാം എങ്ങനെയാണ്? മറ്റുള്ളവർ എങ്ങനെയോ പെരുമാറിക്കോട്ടെ, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് നമുക്ക് ദുരന്തങ്ങൾ വരാം. ചിലപ്പോൾ രാവിലെ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. രാവിലെ വണ്ടി എടുത്തു, തൊട്ട് ബാക്കിൽ നിൽക്കുന്ന കമ്പനി വണ്ടി എടുത്ത ഞാൻ എന്റെ വണ്ടി പേഴ്സണൽ വണ്ടിക്ക് ഇട്ടിട്ട് തന്നെ ഒരു ഇടി കൊടുത്തു ആദ്യം. എന്നിട്ട് ഈ വണ്ടിയുമായിട്ട് വർക്ക്ഷോപ്പിലേക്ക്, ഇപ്പൊ ഈ വണ്ടി അവിടെ നിർത്തിക്കൊണ്ട് മറ്റു വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ പോയി. ആ വണ്ടി അവിടെ പണിക്കെടുത്ത് കമ്പനിയുടെ വണ്ടി എടുത്ത് വരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം, വണ്ടി ഓടിക്കാൻ പറ്റാണ്ട് ആ വണ്ടി അവിടെ കിടക്കും. അത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളുമായിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ എല്ലായിടങ്ങളിലും നമുക്ക് കുഴപ്പങ്ങളേട് കുഴപ്പം. അപ്പൊ നമ്മൾ പറയും എന്തൊരു നശിച്ച ദിവസമാണത്, വല്ലാത്ത കുഴപ്പങ്ങളാണല്ലോ ജീവിതത്തിൽ. എടാ, പ്രോഗ്രാം നമ്മളെ പ്രാപ്തമാക്കുന്ന അവിടെ ആ പരിപാടിയൊക്കെ നിർത്തിക്കൊണ്ട് ആ സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വേറൊരാളോട് സംസാരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനത്തിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതല്ല, ഈ സാഹചര്യങ്ങൾ ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിന്റെ പുറകെ പോകും. നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ പെരുമാറ്റവും സാഹചര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുമ്പോൾ മാത്രമാണ്. ഷേയുടെ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് ഈ പരിശോധനകൾ നമ്മൾ 4ാമത്തെ പടിയിൽ നമ്മൾ നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എവിടെയാണ് നമ്മൾ കുഴപ്പക്കാരായത് എന്നുള്ള തിരിച്ചറിവ്, എവിടെയാണ് നമ്മുടെ കുഴപ്പങ്ങൾ ഉണ്ടായത് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പോ 3 കാര്യങ്ങളാണ് ഈ പരിശോധനകൾ വളരെ കൃത്യമായിട്ട് എന്നെ എത്തിച്ചത്. ഒന്ന്, എൻ്റെ അടിസ്ഥാനപരമായ സ്വാർത്ഥത. ഞാൻ എന്നിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങളിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഞാൻ എൻ്റെ മാത്രം വീക്ഷണകോണിലൂടെ മറ്റുള്ളവരെ കാണുക. സ്നേഹം എന്ന രീതിയിൽ വ്യാജേന ഞാൻ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത് അടിമക്കൂട്ടങ്ങളെ ഉണ്ടാക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ മാത്രമാണ് എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത്, ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത്. എല്ലായിടങ്ങളിലും ഞാൻ ഉപാധികൾ വെച്ചിരിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരെ സൗഹൃദം നമ്മൾ നിലനിർത്തുന്ന അതിൽ മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പോ ആ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനമാണ് 3ാമത്തെ പടി നമ്മളോട് പറഞ്ഞത്. ആ സ്വാർത്ഥത മാറ്റാനാണ്. പ്രവർത്തനത്തിൽ പറയുന്ന സ്വാർത്ഥത പോലും എന്താണ്? മറ്റു സ്വാർത്ഥതയിൽ നിന്ന് മാറിക്കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നതാണ് പറയുന്ന സെൽഫിഷ് പ്രോഗ്രാം. ഞാൻ ആദ്യം എന്ത് ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു? എന്റെ സ്വാർത്ഥത. ആ സ്വാർത്ഥത അത്ര എളുപ്പത്തിൽ എന്നെ വിട്ടുപോകുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം കടന്നു വരുന്നു. പിന്നെ എന്റെ സത്യസന്ധത ഇല്ലായ്മയാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് വളച്ചൊടിക്കാനും എന്നെ ന്യായീകരിക്കുക, എന്റെ ഉള്ളിലേക്ക് നോക്കാനോ എന്റെ തെറ്റ് കണ്ടെത്താനോ പറ്റില്ല. എന്റെ ഈഗോ ആണ്. നിനക്കറിയില്ല ഞാൻ ആരാ മോൻ എന്ന് പറയുന്ന ഭാവമാണ്. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതെ നമ്മൾ നടക്കുക? ഫുൾ ടൈം നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. കാരണം നമ്മളൊന്നിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ല. നമ്മൾ ഇതെല്ലാത്തിന്റെ നിയന്ത്രകനാണ്, നമ്മളാണ് ഇതെല്ലാം കൊണ്ട് നടത്തുന്നത് എന്നുള്ള തോന്നലാണ്. കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന്റെ നാഥനാവാനാണ് നമ്മളോട് പറഞ്ഞത്. കുടുംബനാഥനോ കുടുംബം ഭരിക്കുന്ന ആളൊന്നുമല്ല നമ്മൾ. കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു അംഗം എന്ന് പറഞ്ഞാൽ എന്താ? തുല്യാധികാരമാണ്. എല്ലാവർക്കും തുല്യാധികാരമാണ്. നമ്മൾ പറയാൻ മക്കൾ 18 വയസ്സാകുമ്പോഴേ ഉള്ളൂ. കാരണം അവർക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനായി കഴിഞ്ഞാൽ അവിടെ പോലും നമ്മുടെ അധികാരങ്ങൾ ചെലുത്തരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ എല്ലാ മനുഷ്യർക്കും ഒരേമാതിരി തരുന്നുണ്ട്. നമ്മൾ അത് അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ചില ആൾക്കാരെ നമ്മൾ പ്രത്യേകമായിട്ട് കരുതുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ആ സത്യസന്ധത ഇല്ലായ്മയുണ്ട്. എന്റെ തെറ്റുകളെ കണ്ടെത്താനും അത് തിരുത്താനുമുള്ള ശ്രമം എന്നിൽ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതോടൊപ്പം കടുത്ത ഭയമാണ്. പല രീതിയിലേക്കുള്ള ഭയമുണ്ട്. അത് ആ പരിശോധന സ്വാർത്ഥതയെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മാത്രം താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരാളാണ്. അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. എൻ്റെ മാത്രം താല്പര്യങ്ങൾ, ഞാൻ വിചാരിച്ച പോലെ ഈ ലോകവും ഇതിൽ ആളുകളും പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് അറിയുമ്പോഴും
നമുക്ക് മറ്റുള്ളവരോടുണ്ടാകുന്ന നീരസങ്ങള്, മറ്റുള്ളവർക്കെതിരെയുള്ള പരദൂഷണങ്ങള്, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലുകള്, ഇവിടങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ മാത്രം താല്പര്യം ഇതിന് സ്വാർത്ഥതയുടെ ഒരു പ്രധാന കാരണമാണ്. നമ്മളൊരു ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു മാനദണ്ഡം നമുക്കുണ്ട് എന്ന് കരുതുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമുക്ക് നോക്കാൻ പറ്റും. അതില് ആ ഗ്രൂപ്പിന് വടിയെടുത്തടിക്കുന്ന രീതിയിലൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ പിന്നീടാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ വളരെ നമ്മളൊരു വലിയ സംഭവമാണ് എന്നുള്ള നേരത്തെ പറഞ്ഞ ഗോത്രീയത കടന്നു വരുന്നതാണ്. ഞാൻ വ്യത്യസ്തമായിരിക്കണം. നമ്മൾ പറയാറുണ്ട് ആദ്യകാലത്തൊക്കെ ഈ പടികൾ ചെയ്യാത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തില് പടികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൽ അങ്ങനെ വ്യത്യസ്തതകളൊന്നുമില്ല. നമ്മുടെ തോന്നലുകളാണ്. പടികൾ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു തീർക്കാവുന്ന ഒരു കോഴ്സൊന്നുമല്ല. അത് ജീവിതത്തിന്റെ ഉടനീളം കടന്നു വരേണ്ട ഒരു പരിശീലന രീതിയാണ് പടികൾ ചെയ്യുക എന്ന് പറയുന്നത്. ആ പടികൾ ചെയ്തിട്ട് എന്നിൽ എത്രത്തോളം പ്രവൃത്തിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള എന്റെ പരിശോധനയിൽ എനിക്ക് കാണാൻ പറ്റൂ. മറ്റുള്ളവർക്കും മനസ്സിലാവും. ഞാൻ അറിയില്ല, പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കരുതും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, നമ്മൾ ഭയങ്കര മിസ്റ്റർ ക്ലീൻ ആണെന്ന് നമ്മൾ കരുതും. നമുക്ക് നാലാം പടിയൊക്കെ അറിയുണ്ടാവും, നാലാം പടിയെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയാനും പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മാത്രം താല്പര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വാശികൾ, നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത വാശികൾ ചില കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. കുടുംബത്തില്, ആൽക്കഹോളിക്സ് അനോണിമസില്, ഓഫീസില്, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ നോക്കുക. ഇത് ഇങ്ങനെ പറ്റൂ എന്ന് ഭാര്യയോട് തറപ്പിച്ച് നമ്മൾ പറയുമ്പോൾ, ഇത് ഇങ്ങനെയാണ് ശരി എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ശരികളെ കാണാൻ നമ്മൾ തയ്യാറാവാത്തത് കാരണം നമ്മുടെ ശരികൾ മാത്രമാണ് എന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്വാർത്ഥതയാണത്. നമ്മൾ അറിഞ്ഞ പോലെ ആകണം. നമ്മുടെ ഈഗോ നമുക്ക് വിടാൻ പറ്റില്ല ഭാര്യയുടെ മുന്നിൽ, നമുക്ക് താണു കൊടുക്കാൻ പറ്റില്ല. ഇതേ സാധനം തന്നെയാണ് ഏലും സംഭവിക്കുക. ഏല് സേവകരായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു തിരുത്തു വരുത്താൻ പറ്റില്ല. മറ്റൊരാൾ പറയുന്നത്, അതുകൊണ്ടാണ് ആത്മപരിശോധന ഒറ്റയ്ക്ക് നടത്താൻ പാടില്ല, വേറൊരാളുടെ സഹായം വേണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ ന്യായീകരിച്ച് ഇങ്ങനെ നിർത്തും. കുഴപ്പം മറ്റുള്ളവർക്കാണ് കുഴപ്പം, എനിക്കല്ല എന്ന കാര്യം എന്നിലേക്ക് കടന്നു വരും. ഒന്നാമത്തെ ബോധ്യമാണ് എന്റെ സ്വാർത്ഥത. ഞാൻ എന്റെ മാത്രം താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ആളാണ്. എന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്റെ പ്രവർത്തനം. അത് നിരന്തരമായിട്ട് ഇത് എനിക്ക് ബോധ്യം ഉണ്ടാവുകയും അത് മാറാനുള്ള തയ്യാറെടുപ്പ് എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പടികൾ പ്രവർത്തിക്കുന്നതായിട്ട് മാറുന്നത്. പിന്നെന്താണ്? സത്യസന്ധതയില്ലായ്മ. സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ച് സ്നേഹം പാലാണ്, പൂവാണ്, തേൻ കനിയാണ് എന്നൊക്കെ പ്രസംഗിക്കാനായിട്ട് പറ്റും. സ്നേഹമാണ് അകലെ സാമ്പാർ ഊഴിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. കുമാരനാശാന്റെ പദ്യശകലങ്ങൾ എടുക്കാൻ പറ്റും. നിരവധി കവിതകൾ പറയാൻ പറ്റും. മരിച്ചുപോയ മഹാന്മാരായ മനുഷ്യർ പറഞ്ഞ വാഗ്ധോരണികള് ആയിരക്കണക്കിന്. ഇപ്പൊ കാലഘട്ടം ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. ഏതൊരു കോട്ടും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ മറ്റുള്ള ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ നടക്കാനും നമ്മുടേതായ രീതിയിലേക്കും വേണ്ടിയിട്ട് നമ്മൾ വഞ്ചിക്കുന്നു. നന്നായിട്ട് നമുക്ക് സത്യസന്ധത ഇല്ല. കാരണം നമ്മളെ പരിശോധിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല ഇവിടെ. നമുക്ക് തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കാൻ പോലും ഇവിടെ പറ്റുന്നില്ല. ഈ സത്യസന്ധത എന്ന് പറഞ്ഞത് അതിനുകൂടിയാണ്. ഞാൻ എന്നെ മറ നീക്കി നഗ്നമായ രീതിയിലേക്കുള്ള പരിശോധനയിലേക്കുള്ള തയ്യാറെടുപ്പാണ് സത്യസന്ധത. അപ്പൊ ഞാൻ അവിടെ ആ സത്യസന്ധത ഇല്ല എന്ന് തിരിച്ചറിയണം. എനിക്ക് എന്റെ തെറ്റുകൾ കണ്ടെത്താനുള്ള കഴിവില്ല, എനിക്ക് സത്യസന്ധതയില്ല. പിന്നുള്ളത് എന്താണ്? ഭയം. മറ്റു മനുഷ്യരെ എല്ലാം, ഭാര്യ ആയിക്കോട്ടെ, മക്കളെ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളെ ആയിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസിലായിക്കോട്ടെ, ഇതൊക്കെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ശ്രമം എന്തുകൊണ്ടറിയും? നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നും ആ ഉള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. പലപ്പോഴും പല സുഹൃത്തുക്കളും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ കേൾക്കുന്ന സമയത്ത്, ഇപ്പൊ ഭാര്യയാണെങ്കിൽ ഭാര്യ ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് മറ്റുള്ള ആൾക്കാരോടൊപ്പം ഇറങ്ങി പോകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയം ഉണ്ടാവാറുണ്ട് എന്നൊക്കെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പൊ ആദ്യ കാലത്തൊക്കെ എനിക്കും ഉണ്ടായിരുന്നത്, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അത് വെച്ചിട്ട് മറ്റു സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തില് നമ്മള് നിയന്ത്രിക്കാനുള്ള ശ്രമം, ഈ ഭയം നമ്മളെ കൊണ്ട് നമ്മളുടെ ഇരുന്ന് പലതും നഷ്ടപ്പെടുത്തി കളയും. നമ്മളെ മറ്റുള്ളവർ വെറുത്തു പോകും. നമ്മളങ്ങനെ ഭയന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പോകേണ്ട ആൾക്കാര് ഇപ്പൊ ഇതില് നമ്മളെ ഇവിടെ മീറ്റിങ്ങിനോട് പറയാൻ പറ്റാത്തൊരു കഥ ഉണ്ട്. പമ്മന്റെ കഥയാണ്. അതിന് വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ പല ആൾക്കാരും വായിച്ചിട്ടുണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് 90s ആൾക്കാർ 90s ഇറങ്ങിയ പുസ്തകമാണ്.
നമ്മൾ പറയും ഒരു മാവിന്റെ മറയും ഒരു പൊന്തക്കാടും ഉണ്ടെങ്കിൽ പോകേണ്ട ആളുകൾ പോകും എന്ന് പറയുന്ന ഒരു കഥയാണ്. അന്നത്തെ കാലത്ത് വളരെ വിമർശനാത്മകമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഭയന്നത് കൊണ്ടൊന്നും നമുക്ക് പോകേണ്ടതെല്ലാം പോയിക്കോളും. നമ്മൾ ഭയന്നുകൊണ്ട് കാര്യമില്ല. നമ്മളെ നിയന്ത്രിക്കാനുള്ള ശ്രമം എത്രത്തോളം ഇരട്ടിയാക്കുന്നു. ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ മാത്രമായിരിക്കും നമ്മുടെ ഒപ്പം നിൽക്കുക. അത് സുഖമുള്ള നിൽപ്പുമായിരിക്കില്ല. ഒരു തരത്തിലും നമ്മൾ ചെല്ലുമ്പോഴേ ഭയന്ന് പറിച്ചുകൊണ്ട മറ്റുള്ളവർ നിൽക്കുമ്പോൾ അതെന്ത് സ്നേഹം? അത് സ്നേഹം എന്ന് പറയുന്ന വികാരമുള്ളിടത്ത് ഭയം ഉണ്ടാവില്ല. മറ്റുള്ളവരും ഭയന്നുകൊണ്ടായിരിക്കും നമ്മളോട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിലും ഭയം, ഇതിന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ആ സൗഹൃദം പോകുമോ എന്നുള്ള ഭയം, പല രീതിയിലുള്ള ഭയങ്ങൾ. അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസ് ആണെങ്കിൽ മൊത്തം നാളെ മുതൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലും മീറ്റിംഗ് ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ നടന്നു പോകും, അടുത്ത രീതിയിൽ നടക്കും. നമുക്കിത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇത്തരം ഭയങ്ങൾ നമുക്കുണ്ട്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളെ ഞാൻ കണ്ടെത്തുമ്പോൾ ഇത് തിരിച്ചറിവാക്കിയിട്ട് ഞാൻ എങ്ങനെ പ്രയോഗത്തിൽ വരുത്തുന്നു എന്നുള്ളതാണ് എന്റെ പ്രോഗ്രാം നിൽക്കുന്നത് എന്നതാണ്. അപ്പൊ അവിടെ സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും അത് ചങ്ങലകളല്ല, മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തലല്ല, ഉപാധികളില്ലാത്ത വിട്ടുകൊടുക്കലാണ്. അവിടെ ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മളോട് പെരുമാറണം എന്ന് പറയുന്ന ഒരാവശ്യപ്പെടലുകളും അവിടെ ഇല്ല. ആൽക്കഹോളിക് അനോണിമസിലെ ഒരു പുതുമക്കാരനോ അല്ലെങ്കിൽ AA സഹായം ആവശ്യമായി വരുന്നവനോ എങ്ങനെയാണോ ഞാൻ സഹായം കൊടുക്കേണ്ടത്, ഇതായിരിക്കണം എന്നോട് സ്നേഹിക്കുന്ന ഓരോ ആളുകളോടും ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോ എന്റെ സമാധാനം എനിക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ മാറണം. എനിക്ക് സമാധാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറൂ എന്ന് ഞാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന ആ ചിന്തയിൽ നിന്ന് എനിക്ക് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാറണമെന്ന സത്യത്തിലേക്ക് വരണം എന്നാണ് പ്രോഗ്രാം എന്നോട് പറഞ്ഞത്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനം ഡിറ്റാച്ച്മെന്റ് വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലതൊക്കെ അങ്ങനെ സ്വയം തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യമാണ്, ചിലപ്പോൾ തെറ്റായി പോയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മകൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അത് തെറ്റായിരിക്കാനുള്ള, അതേപോലെ വിജയിക്ക് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും, അത് തെറ്റായിരിക്കുന്നുണ്ടെങ്കിൽ അവര് കുറ്റപ്പെടുത്താതെ സാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുടുംബത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഭാര്യയാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്ത് അതില് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായി, അത് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. തെറ്റായ തീരുമാനത്തിന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഇടമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ മീറ്റിംഗ് ഒക്കെ നമ്മുടെ പുതിയ ആൾക്കാർക്കൊക്കെ ഏൽപ്പിക്കുന്ന ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. അവര് പൂർണ്ണമായിട്ടും ആ പ്രവർത്തനങ്ങൾ നടത്തിട്ട് അതിൽ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പൊ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കലൊന്നുമല്ല. പലപ്പോഴും പറയാം എന്താച്ചായിക്കോട്ടെ, ആ സാധനമല്ല. മക്കളാണെങ്കിൽ അവരെന്താച്ചായിക്കോട്ടെ, ആ രീതിയിലല്ല ഇത്. മറിച്ച് എന്താണ്, മറ്റൊരാൾക്ക് തെറ്റായ തീരുമാനത്തിന് അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെ ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും, അതേപോലെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് ശേഷം വരുന്ന അംഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ തെറ്റായ തീരുമാനത്തിന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. കാരണം അവരത് ശരിയാണെന്ന് പറഞ്ഞിട്ടാവും തെറ്റായി ചെയ്യുക. നമുക്ക് മാത്രമാണത്, നമ്മുടെ മാത്രം തെറ്റാണത്, നമ്മുടെ ചിന്തയിലാണ് കുഴപ്പം. ഓരോ വ്യക്തിയും അവരവരുടേതായ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലേക്ക് വന്ന് AA തത്വങ്ങൾ പലപ്പോഴും അവന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുമ്പോൾ പല രീതിയിലുണ്ട്. ആ പാഠങ്ങൾ പഠിക്കാൻ അവരെ വിട്ടുകൊടുക്കാൻ പറയും പഴമക്കാര്. നീ ദൈവം കളിക്കണ്ട, അവന്റെ പിന്നാലെ നടക്കുക. അവിടെ പോയിട്ട് 12ാം പടി നടത്താനായിട്ട് നമ്മൾ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഈ സഹായിക്കാനൊക്കെ നമുക്ക് അങ്ങനെ എല്ലാ കളിയൊന്നും കളിക്കാൻ പറ്റില്ല. ചില പഴമക്കാര് ഇവരോട് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇവരൊക്കെ എന്ത് പഴമക്കാരാ, ഇവരെന്ത് ഇങ്ങനെ പറയുന്നു, ഇവർക്ക് ഒരു സ്നേഹമില്ലേ, ഇവര് വലിയ പ്രസംഗം മാത്രമല്ല. പിന്നീടാ മനസ്സിലായത് ഇത് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളതാണ്. അത് അവര് പഠിച്ചു വരും. പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ പഠിക്കാനായിട്ട് വിടുകയാണ്. അപ്പൊ ഡിറ്റാച്ച്മെന്റ് വിത്ത് ലവ്, ചില കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ വലിയൊരു നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് പറയുന്നുണ്ട്. ആ വിട്ടുകൊടുക്കൽ, അത് എല്ലാ ഇടങ്ങളിലും വിട്ടുകൊടുക്കാനുള്ള തയ്യാറെടുപ്പ്, അത് പറച്ചിലുകളല്ലാതെ പ്രവൃത്തിയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ആത്മീയ മോചനം നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് ഞാൻ നിർത്തുമ്പോൾ
അത് പതുക്കെ പതുക്കെയാണ് പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. പക്ഷേ ഉണ്ടല്ലോ, പലപ്പോഴും അത് നമ്മൾ ഈ പ്രോഗ്രാം പറയുന്ന രീതിയിൽ ഒരു ആത്മപരിശോധന മറ്റൊരാളുടെ സഹായത്തോടു കൂടി നമ്മൾ നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയാൻ തുടങ്ങുകയും അതിലൂടെ നമ്മൾ അത് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അത് നേരത്തെ പറഞ്ഞ പോലെ അത് വാക്കുകളെ കൊണ്ട് നമുക്കൊരിക്കലും പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് മറ്റൊരാളുടെ പ്രവൃത്തിയും കാര്യങ്ങളും നമ്മളെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്താതെ കടന്നുപോകും. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും. അത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ അത്തരത്തിലുള്ള ഡിറ്റാച്ച്മെന്റ് ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങളെ ബാധിക്കാതെയാകുന്ന പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലായിരിക്കണം. ചില സമയത്ത് നമുക്കറിയാം ചിലരുടെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും, അവരിങ്ങനെ പെരുമാറുന്നത് നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മൾ പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടാവുള്ളൂ. നമ്മളെ ബാധിക്കത്തില്ല. അവിടെയാണ് നമ്മുടെ ആത്മീയ വളർച്ച നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ, ഇവിടെ വെച്ച് ആത്മീയ വളർച്ച തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഏടെ ഉള്ളിലും പുറത്തൊക്കെ ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് തത്വം പറച്ചിലുകളായിട്ട് മാറും. നമ്മൾ ആത്മീയതയെക്കുറിച്ച് പ്രസംഗിക്കും, 5-10 മിനിറ്റ് വോയിസുകൾ നീണ്ട രീതിയിൽ നമ്മളിങ്ങനെ ആളുകൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. പുതുതായിട്ട് വരുന്ന പുതുമക്കാരെ കയറി വരൂ, നിങ്ങൾ പടികൾ ചെയ്യൂ, പടികളിലൂടെ നിങ്ങൾക്ക് ലോകത്തിലേക്ക് പറക്കാം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന പ്രസംഗം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും യഥാർത്ഥത്തിൽ നമ്മളെ വിളിക്കുന്ന ആളുകളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ അവിടങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റൊരാളെ മാറ്റാനുള്ള ശ്രമമായിരിക്കും. നമ്മളിട്ട് മാറൂല. നമ്മൾ ബ്ലീഡിംഗ് ഡീക്കണായിട്ട് മാറി മറ്റുള്ള ആൾക്കാരെ മാറ്റാനുള്ള ശ്രമം നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഈ തത്വം പറച്ചിലുകാരായിട്ട് മാറും. എവിടെയും വലിയ തത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് സന്തോഷം സമാനം ഉണ്ടാവില്ല. നമുക്ക് എന്നും പരാതിയാണല്ലോ. നമ്മൾ ചെല്ലുന്നിടത്ത് ഒക്കെ ആൾക്കാർ ശരിയല്ല, മറ്റവര് ശരിയല്ല, ഇവര് ശരിയല്ല, ഈ പറച്ചിലാണ്. അതിൽ നിന്നുള്ള മാറ്റം വരാൻ, യഥാർത്ഥ ആത്മീയ വളർച്ചയിലേക്ക് വളരേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ 4ാമത്തെ പടിയാണ് തരുന്നത്. ഇനി ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മറ്റു മനുഷ്യരെ ഒരു വിശ്വാസം ഉപയോഗപ്പെടുത്തേണ്ട ഒരു പ്രധാന മേഖല, നമ്മളിലേക്കുള്ള വിശ്വാസത്തിന്റെ കാര്യം കൂടിയാണ് പറഞ്ഞത്. ആ വിശ്വാസം മറ്റുള്ളവരിലേക്കുള്ള വിശ്വാസവുമായിട്ട് മാറുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ നിയന്ത്രണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകണം. നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നിടത്ത് ആ നിയന്ത്രണത്തിൽ ഒന്നും നിൽക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ വികാരങ്ങളെ നമ്മൾ നോക്കിയാൽ മതി. നിർബന്ധപൂർവ്വം നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചാൽ അവ അണ പൊട്ടി, നമ്മൾ പറയണ പോലെ അണക്കെട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തുന്ന പോലെ ഒന്നായിട്ട് പുറത്തേക്ക് വരും. ഇവിടെ നിയന്ത്രണങ്ങളില്ല. പരിപൂർണമായിട്ട് വിശ്വസിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുകയാണ് നമ്മൾ. ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്, നേരത്തെ പറഞ്ഞ രീതിയിൽ അവർക്ക് തെറ്റുകൾ ചെയ്യാനും തെറ്റുകൾ പറ്റാനും ആ തെറ്റുകൾ പറ്റുമ്പോൾ കുറ്റപ്പെടുത്താനല്ലാതെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന ആശ്വാസമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റൂ. മറ്റൊരാൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ആ സ്വാതന്ത്ര്യത്തിലാണ് സ്നേഹം കൂടുതൽ വളരുന്നത്. നമ്മൾ നോക്കിയാൽ മതി, നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലത്തും സ്നേഹം കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടല്ലേ കൂട്ടിലടച്ചിട്ട കിളിയെയും പക്ഷികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ത് കൊടുത്തിട്ട് എന്താണ് ബന്ധനം? കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണെന്ന് പറയുന്ന പോലെ നമ്മളെ ഈ പറയുന്ന രീതിയിൽ ബന്ധനസ്ഥനാക്കിയിട്ട് നമുക്ക് തേനും പാലും ഒഴിച്ച് തന്നതുകൊണ്ട് കാര്യമില്ല. സ്വതന്ത്രത അവനവന്റെ ചിറകുകളിൽ പറക്കാനായിട്ട് ഓരോ മനുഷ്യനും സാധിക്കുമ്പോൾ, ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് അത് തന്നെയാണ്. സ്വന്തമായിട്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെയാണ് മറ്റാരുടെയും സഹായമില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്ന ആശയം അവരിലേക്ക് ആളിക്കത്തിക്കുക എന്നാണ് ഈ പ്രോഗ്രാമിന്റെ 12ാം പടിയുടെ പോലും അന്തസത്ത എന്നുള്ളതാണ് രസം. അതിലേക്കുള്ള തുടക്കമാണ് ഈ 4ാമത്തെ പടി. നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നമ്മൾ ഹനിക്കുകയായിരുന്നു എന്നുള്ള ബോധ്യം. സ്വാതന്ത്ര്യത്തെ കൊടുക്കേണ്ടതുണ്ട്, അതിന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലാണ് സ്നേഹം കൂടുതൽ വളരുന്നത് എന്നുള്ള ബോധ്യം. സ്നേഹം എന്ന് പറയുന്നത് ഒരു തുറന്ന കൈപ്പത്തി പോലെ ആകണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു തുറന്ന കൈപ്പത്തിയാണ്. ഒരു മണത്തരി തുറന്ന കൈപ്പത്തിയിലുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും മണല്. അത് അമർത്തി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുറെയൊക്കെ ചോർന്നു പോവും. തുറന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. അപ്പൊ പലപ്പോഴും മറ്റുള്ള ആളുകളെ നിയന്ത്രിക്കാതെ ബന്ധങ്ങളിൽ പരസ്പരം സ്വാതന്ത്ര്യം നൽകുന്നതിലൂടെ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആത്മീയ ശാന്തി ലഭിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്
വളരെ കൃത്യമായ ബോധ്യം. നാലാമത്തെ പടി തുറന്നു വെച്ച് തന്നത് ആ ബോധ്യങ്ങളിലേക്കാണ്. പിന്നീട് അതിനെ നിരന്തരമായിട്ട് ഈ പരിശോധന, നാലാമത്തെ പടിയുടെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എവിടങ്ങളിലെല്ലാമാണോ എന്റെ നിയന്ത്രണങ്ങൾ വരുന്നത് അവിടെയൊക്കെ ഞാൻ എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്. പലപ്പോഴും അത് മറ്റു സുഹൃത്തുക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് വരുന്നില്ല എന്നത് തിരിച്ചറിയുകയും, മറ്റത് ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനെ സ്നേഹമായിട്ട്, മറ്റുള്ളവരെ ഭരിക്കാൻ ശ്രമിക്കുന്നതിനെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരെയും ഭരിക്കുകയും ചെയ്യുന്നില്ല, എന്നെ ഭരിക്കപ്പെടാനായിട്ട് വേറൊരാളെയും ആരുടെയെങ്കിലും അടിമയായിട്ട് പോകുന്നതുമല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. നാലാമത്തെ പടി അതിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. വളരെ കൃത്യമായ പരിശോധനയാണ് നമ്മൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായി കണ്ടെത്താനും എളുപ്പമല്ല നമ്മുടെ മാറ്റം എന്ന് തിരിച്ചറിയും. നിരന്തരമായ ശ്രമങ്ങളിലൂടെ പറയുന്ന ടൂളുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ കൃത്യമായിട്ട് സാധിക്കുമെന്ന് കൂടി തന്നെയാണെന്നും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചാൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശംസിക്കുന്നു. എന്നെ കേട്ടുന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ചേട്ടാ.